പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു നെയ്പത്തിരി, നെയ്പത്തൽ എന്നൊക്കെ വിളിക്കുന്ന നല്ലൊരു വിഭവത്തിന്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്. വെറുതെ കഴിക്കാനും ടേസ്റ്റ് അല്ല. ഈ ഒരു നെയ്പത്തൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. സാധാരണ നമ്മളിത് അരി അരച്ചിട്ട് കുതിർത്ത് ഒക്കെ വേണം തയ്യാറാക്കാൻ. എന്നാൽ ഇത് അരി അരക്കോ കുതിർക്കോ ഒന്നും വേണ്ടാതെ നമുക്ക് പുട്ടുപൊടി വെച്ചിട്ട് തയ്യാറാക്കാം. ഞാൻ റേഷൻ അരി വെച്ച് പുട്ടുപൊടി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് മെത്തേഡാണ്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾ ആദ്യമായിട്ട് കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ റെസിപ്പി, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കയറി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ഒപ്പം തന്നെ ഒരു ലൈക്കും ചെയ്യുക. അപ്പം നമുക്ക് എടുത്തിട്ടുള്ളത്, ഞാനിതാ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പുട്ടുപൊടി, അതായത് 250 ഗ്രാമിൻ്റെ കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1.5 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി ഇത് വറുത്ത് വെച്ചിട്ടുള്ള പുട്ടുപൊടി നമ്മൾ ഇങ്ങനെ വറുത്ത് പൊടി പൊടിപ്പിച്ചതാട്ടോ. അപ്പം നമ്മൾ റേഷനരി വെച്ചിട്ട് ആണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സാധാ പുട്ടുപൊടി വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. വെള്ളം തിളച്ച വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനിപ്പോൾ ഞാനിപ്പോൾ അളന്നെടുത്തിട്ട് ഒരു 300 മില്ലി വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം വേണമെന്ന് ഞാൻ ഈ കണക്കനുസരിച്ച് പറഞ്ഞു തരാം. അപ്പോൾ ഇത് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തിളച്ച വെള്ളം ഒന്നും കൂടെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് അറിയാം ആ ഒരു പൊടിയുടെ ആ ഒരു ഇത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ നല്ല പോലെ പശയായിട്ട് നല്ല ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ നെയ്പത്തിരിയാണല്ലോ. അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതാ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനിപ്പോൾ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് ചിരണ്ടിയ തേങ്ങയാണ്. തേങ്ങ ചിരവിയത് അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 5 7 ചെറിയുള്ളി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സ്പൂൺ അളവിൽ ചെറിയ ജീരകം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ആയി കിട്ടിയാൽ ചതഞ്ഞ് കിട്ടിയാൽ മതിയേ. ഇനിയിപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മാവിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് കുഴച്ച് എല്ലാ ഭാഗത്തും നമ്മളെ പൊടിയുടെ എല്ലാ ഭാഗത്തും ആണ് വരത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. ഇനിയിപ്പോൾ ആ കൈ വെച്ചിട്ട് ഉരുട്ടുമ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി എന്ത് ചെയ്യാച്ചാലും നമുക്ക്, ഞാനിപ്പോൾ സാധാരണ നമ്മൾ പത്തിരി മെഷീൻ ഇല്ലാത്തവരുണ്ടാവുമല്ലോ, അങ്ങനത്തെവർക്ക് സാധാരണ നമുക്ക് ഇതുപോലെ ഒരു എന്തെങ്കിലും ഒരു കവർ ഉണ്ടല്ലോ, അതൊന്ന് ഞാൻ നടുക്ക് കീറിയതിന് ശേഷം ഇതുപോലെ നടുക്ക് സെൻറ്ററിലൊന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മളൊരു പാത്രം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഒരുപാട് പരത്തി പത്തിരിൻ്റെ വലുപ്പത്തിലൊന്നും ആവേണ്ട ആവശ്യമില്ല. ചെറിയൊരു ഈ ഒരു ഇതിൽ മതിയാവും. കാരണം ഈ ഒരു രീതിയിലായിരിക്കുമ്പോഴാണ് നന്നായിട്ടൊന്ന് പൊന്തി വരിക. നല്ല ഈ ഒരു ചെറുതായിട്ടൊരു കട്ടിയും വേണം. ഒരുപാട് തിന്നും ആക്കരുത് കേട്ടോ. അപ്പം നമുക്ക്, ഞാനിപ്പോൾ അല്ലാത്തത് ഈ മെഷീനിൽ പോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പത്തിരി മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് ഇതിലെ കവറിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാൻ ടൈമിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കരുത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ആയി വരുമ്പോൾ നന്നായിട്ടൊന്ന് നമ്മൾ അത് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് പൊന്തി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ സാധാരണ നമ്മൾ ചിക്കൻ കറിയുടെ കൂടെ അല്ലെങ്കിൽ ബീഫ് ഇല്ലെങ്കിലും നമുക്ക് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റ് നല്ലൊരു നെയ്പത്തലാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് താഴെ കമൻ്റ് ആയിട്ട് പറയാം. അപ്പം നിങ്ങളെ കമൻറ്റിലൊക്കെ കിട്ടുമ്പോഴേ നമുക്ക് ഓരോ വീഡിയോസൊക്കെ നിങ്ങളെ മുന്നിൽ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് എനിക്ക് ഉണ്ടാക്കി നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് താഴെ പറയാം. അപ്പം നമ്മൾ നെയ്പത്തിൽ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് ഈ ഒരു നെയ്പത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ചിക്കൻ കറിയോ ബീഫ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ വെറുതെ കഴിക്കാനും ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.